ഹായ് മേരെ പ്യാരെ ബച്ചോ, സബ്കോ ആദാബ്. 5ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എജുപോർട്ടിന്റെ ഉറുദു പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മക്കളെ, ഈ വരുന്ന ഓണം എക്സാമിന് നമുക്ക് 5ാം ക്ലാസ്സിന്റെ ഉറുദു എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ ആണോ? മാക്സിമം നിങ്ങൾ ഉറുദു പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ, നോക്കൂ, ഈ വരുന്ന എക്സാമിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ്. നോക്കൂ, ശാലിനി ക്ലാസ് മേക്ക് ഗീത് ഗാനെ ലഗി. ശാലിനി ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഒരു പാട്ട് പാടുകയാണ്. കിത്ന അച്ഛാ മേരാ ഘർ ഹേ, കിത്ന അച്ഛാ മേരാ ഘർ ഹേ, എത്ര മനോഹരമാകുന്നു എൻ്റെ വീട്. കിത്ന പ്യാരാ മേരാ ഘർ ഹേ, എത്ര പ്രിയപ്പെട്ടതാകുന്നു എൻ്റെ വീട്. പ്യാരേ പ്യാരേ അമ്മി അബ്ബ, അവിടെ അമ്മയുണ്ട്, അതുപോലെ അബ്ബയുണ്ട്. ഞാരേ ഞാരേ ബായി ബഹന, ബായി ഉണ്ട്, ബഹനുണ്ട് അല്ലേ. കിത്നെ പ്യാരേ ദാദാ ദാദി, ദാദാ ദാദി, അവരൊക്കെ എത്രമാത്രം പ്രിയപ്പെട്ടവരാകുന്നു. കിത്നെ അച്ഛാ നാനാ നാനി അല്ലേ. ഇനി നോക്കൂ, നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഗീത് പഠിയേ, ഈ ഒരു കവിത നിങ്ങൾ ശരിക്കൊന്ന് വായിക്കൂ. ഇസ്മേ ചന്ദ് ഗർവാലോ കെ നാം ഹേ, ഇതിൽ ചില വീട്ടുകാരുടെ പേരുകളൊക്കെ വരുന്നുണ്ടല്ലടാ. നമ്മൾ പറഞ്ഞു കോൻ കോൻ ഹേ, അവരാരൊക്കെയാണ്, ലിഖിയെ എഴുതിയാലും. അപ്പം നമ്മളിങ്ങനെ എടുത്തെഴുതണം അബ്ബ, അമ്മി, ഇങ്ങനെ ആരൊക്കെയാണ് ഈ ഒരു കവിതയിൽ വരുന്നത് അവരെടുത്തെഴുതാനും. അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് ഇതാണ്. ബച്ചോ, കുട്ടികളെ, ആപ്കോ ഗർ പസന്ദ് ഹേന, നിങ്ങൾക്ക് വീട് ഇഷ്ടമാണോ? ആപ്കോ ഗർ പസന്ദ് ഹേന, നിങ്ങൾക്ക് നിങ്ങളുടെ വീടൊക്കെ ഇഷ്ടമാണോ? ആപ്കെ ഗർ മേ കോൻ കോൻ ഹേ, നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഗർ കെ ബാരെ മേ ലിഖിയേ, നിങ്ങളുടെ വീടിനെ കുറിച്ച് ലിഖിയേ, നിങ്ങളുടെ വീടിനെ കുറിച്ച് സെന്റൻസ് എഴുതാൻ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ ആണോ? നിങ്ങളുടെ വീടിനെ കുറിച്ച് കുറഞ്ഞ ചെറിയ ചെറിയ സെന്റൻസുകൾ എഴുതാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ ഓക്കെ. അപ്പം അതിൻ്റെ ചോദ്യത്തിൻ്റെ ആൻസർ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മുടെ ഉറുദുവിൻ്റെ ലൈവ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൻ്റെ എക്സാമിൻ്റെ തലേ ദിവസങ്ങളിൽ ആയിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഇത്തരത്തിൽ ചോദ്യം വരുമ്പോൾ അതിന് ആൻസർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ നമ്മൾ ഉറപ്പ് വരുത്തുക. മറ്റൊരു ചോദ്യം ഇതാണ്. ലാലി മേരി ബില്ലി ഹേ കിത്നി പ്യാരി ലഗ്തി ഹേ, നീലി ആംഗോ വാലി ഹേ കിത്നി ന്യാരി ലഗ്തി ഹേ. നമ്മൾ ലാലി ബില്ലിയെ കുറിച്ച് പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മക്കളെ? ഈ പാട്ടിൽ നിന്ന് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഗീത് ഔർ സേ പഠിയേ സവാലോം കെ ജവാബ് ലിഖിയേ. ഈ ഒരു കവിത നിങ്ങൾ ശരിക്ക് വായിക്കൂ, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ഇസ് ഗീത് മേ പിർത്തി കർത്തി ഏക് ഹി അമ്മ ആവാസ് അൽഫാസ് ഹേ. അമ്മ ആവാസ് അൽഫാസ് കണ്ടെത്താൻ നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചിരിക്കണം. ഹം ആവാസ് അൽഫാസ് എന്താ? ഹം ആവാസ് അൽഫാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈമിംഗ് വേർഡ്സ്, അഥവാ ഒരേപോലത്തെ ഉച്ചാരണം വരുന്ന പദങ്ങൾ, സമാന ശബ്ദ പദങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഒരേപോലെ ഉച്ചാരണം വരുന്ന പദങ്ങൾ. ലാലി നീലി, ലാലി നീലി, നീലി വാലി, ഇത്തരത്തിലുള്ള പദങ്ങൾ കണ്ടെത്തി എഴുതാൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ മറ്റൊരു ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. എന്താണ്? നിങ്ങളുടെ ബച്ചോ ആപ്കെ ഘർ മേ ബില്ലി ഹേന, നിങ്ങളുടെ വീട്ടിൽ ബില്ലി ഉണ്ടോ? ബച്ചോ ആപ്കെ ഘർ മേ ബില്ലി ഹേന, നിങ്ങളുടെ വീട്ടിൽ ബില്ലി ഉണ്ടോ, പൂച്ചയുണ്ടോ? ബില്ലി കെ ബാരെ മേ ലിഖിയേ, ബില്ലിയെ കുറിച്ച്, പൂച്ചയെ കുറിച്ച് വാക്യങ്ങൾ എഴുതാമോ? ബില്ലിയെ കുറിച്ച് പോയിന്റുകൾ, ഓരോരോ ചെറിയ 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 കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ എഴുതാൻ മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മറ്റൊരു ചോദ്യം ഇതാണ്. നൂരിയുടെ ചിത്രം നൽകിയിട്ടുണ്ടല്ലേ. നൂരി എവിടെയാണ് നിൽക്കുന്നത്? ആംഗൺ മേഹെ. ഇത്തരത്തിലൊരു പാരഗ്രാഫ് നമുക്ക് നൽകും, അല്ലെങ്കിൽ ചെറിയൊരു കഥയുടെ ഭാഗം നൽകും. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം. നൂരി കാ ഘർ ഹേ, നൂരി ആംഗൺ മേഹെ. നൂരി എവിടെയാണ് നിൽക്കുന്നത്? ആംഗൺ മേഹെ, മുറ്റത്താണ്. നൂരിക്ക് പാസ് ബില്ലി ഹേ, നൂരിയുടെ അടുത്താരുണ്ട്? ബില്ലി ഉണ്ട്. നൂരിക്ക് ഹാത്മേ മിഠായി ഹേ, നൂരിയുടെ കയ്യിൽ മിഠായി ഉണ്ട് അല്ലേ. എന്നിട്ട് നമ്മോട് ചോദിക്കാണ് കിസ്കാ ഘർ ഹേ, ഇത് ആരുടെ വീടാകുന്നു? അപ്പൊ അതിന്റെ ആൻസർ എവിടെയുണ്ട്? തന്നിരിക്കുന്ന പാരഗ്രാഫിനകത്തുണ്ട്. കൃത്യമായിട്ട് നമ്മളത് വായിച്ചിരിക്കുക, നമ്മൾ ആൻസർ ചെയ്ത. നൂരിക്ക് പാസ് കോൻ ഹേ, നൂരിയുടെ അടുത്ത് ആരാണുള്ളത്? നൂരിക്ക് ഹാത്മേ ക്യാ ഹേ, നൂരിയുടെ കയ്യിൽ എന്താണുള്ളത്? ഓക്കെ. മറ്റൊരു ചോദ്യം ഇതാണ്. ശാലിനിക്ക് അബ്ബാജാൻ ബാസാർ സേ ഏക് ഗുഡിയ ലാഹെ. ശാലിനിയുടെ അബ്ബാജാൻ ബാസാറിൽ നിന്നും ഏക് ഗുഡിയ ലാഹെ, ഒരു പാവയെ വാങ്ങിക്കൊണ്ടുവന്നു. वो खुशी से गुड़िया लेकर दादी अम्माम के पास गई. അവൾ സന്തോഷത്തോടു കൂടി ആ പാവയുമായിട്ട് ദാദി അമ്മാമിൻ്റെ അടുത്തേക്ക് പോയി. അന്നേരം ശാലിനിയോട് ദാദി അമ്മാം ചോദിക്കുന്ന ചോദ്യങ്ങളുമായിട്ട് ഒരു സംഭാഷണം തയ്യാറാക്കാൻ വരും. എന്താ ചോദിക്കുന്നത്? ശാലിനി ബേട്ടി ഏ ക്യാ ഹേ, ഇതെന്താകുന്നു എന്നുള്ളത് നമുക്ക് ആൻസർ ചെയ്തിക്കൂടെ? ഏ ഗുഡിയാ ഹേ അല്ലേ, അവരുടെ കയ്യിൽ ഏ ഗുഡിയാ ഹേ. ഇനി ഗുഡിയയുടെ പകരം മറ്റെന്തെങ്കിലും ആകാം. ഇത്തരത്തിലും ഒരു സംഭാഷണം വരാൻ നമുക്ക് സാധ്യതയുണ്ട്. നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുക.
അപ്പോൾ അതിൻ്റെ ആൻസറിലേക്കുള്ള പോയിന്റുകൾ കാര്യങ്ങളൊക്കെ എവിടെ നിന്നുണ്ടാവും? ക്വസ്റ്റ്യൻസിനകത്ത് തന്നെ ഉണ്ടാവും. നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ ചോദ്യങ്ങളുടെയൊക്കെ ആൻസർ നമ്മുടെ ലൈവ് ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മറക്കരുതേ. देखिए മറ്റു ചോദ്യം ഇതാണ്, നൂരി അപ്നെ ബാരെ മേ കുച്ച് കഹ് രഹി ഹെ. നൂരി തന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൂരി തന്നെ കുറിച്ച് സ്വയം പരിചയപ്പെടുത്താണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആപ്കെ ബാരെ മേ ബി ബതായിയെ, നിങ്ങൾ നിങ്ങളെ കുറിച്ചൊന്ന് ബതായിയെ പറഞ്ഞു നോക്കിയാലും. മേരാ നാം നൂരി ഹെ, നൂരി തന്നെ കുറിച്ച് പറയാണ്. മേരാ നാം നൂരി ഹെ, ജോസഫ് മേരാ ദോസ്ത് ഹെ, ജോസഫ് എന്നത് എൻ്റെ ഫ്രണ്ട് ആകുന്നു, എൻ്റെ സുഹൃത്താകുന്നു. മേ പാഞ്ചവീം ജമാഅത്ത് മേ പഠിത്തി ഹും, ഞാൻ 5ാം ക്ലാസ്സിലാണ്. മേ പാഞ്ചവീം ജമാഅത്ത് മേ പഠിത്തി ഹും, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മേരെ ഘർ മേ അമ്മി അബ്ബ ദാദാ ദാദി ഹേ, എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും അബ്ബയും ദാദയും ദാദിയൊക്കെ ഉണ്ട്. മേ ഗാവ് മേ രഹ്തി ഹും, ഞാൻ ഗ്രാമത്തിൽ താമസിക്കുന്നു. നമ്മോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്ന് എഴുതി നോക്കൂ. നമ്മളെക്കുറിച്ച് നമ്മൾ എഴുതാൻ നമ്മൾ പഠിച്ചിരിക്കണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ മക്കളെ, ഇനി നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. മുമ്പ് 3299 രൂപയുടെ ബാച്ച് ഇപ്പോൾ വെറും 2299 രൂപക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? ഈ നമ്പറിനകത്തേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഒരു വർഷത്തേക്കാണിത്. ഒരു വർഷത്തേക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററുകളും നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ് കേട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ടേം എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് ഷോർട്ട് നോട്ടുകൾ ഉണ്ടായിരിക്കും. ഉറുദുവിനടക്കം കൃത്യമായിട്ട് എല്ലാ സബ്ജക്റ്റിനും ക്ലാസ് നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനകത്ത് ലഭ്യമാണ്. അപ്പോൾ ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അല്ലേടാ മക്കളെ? മറ്റൊരു ചോദ്യം ഇതാണ്, ഉന്മേസെ പാൽത്തു ജാൻവറോം കെ നാം ചുൻകർ ലിഖിയേ. നമുക്ക് ഒരുപാട് മൃഗങ്ങളുടെ ചിത്രങ്ങളും അവരുടെ പേരുകളും നൽകിയിട്ടുണ്ട് അല്ലേ? കുത്ത, ഷേർ, ഖർഗോഷ്, ബില്ലി, ബന്ദർ, ബക്കരി. ഇതിൽ നിന്ന് പാൽത്തു ജാൻവർ എന്താ മക്കളെ? പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ വളർത്തു മൃഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും പാൽത്തു ജാൻവറുകളെ മാത്രം സെലക്ട് ചെയ്തിട്ട് എഴുതാനെന്നാണ് നമ്മോട് പറയുന്നത്. ഏതൊക്കെയാണോ പാൽത്തു ജാൻവറുകൾ, വളർത്തു മൃഗങ്ങൾ ഏതൊക്കെയാണോ അത് മാത്രം എടുത്ത് എഴുതുക. എന്നിട്ട് നമ്മോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, അതിന്റെ ബി ചോദ്യം ഇതാണ്, അപ്നെ പസന്ദീദ പാൽത്തു ജാൻവർ കെ ബാരെ മേ ജുംല ലിഖിയേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാൽത്തു ജാൻവർ കെ ബാരെ മേ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വളർത്തു മൃഗത്തെ കുറിച്ച് ജുംല ലിഖിയേ, ജുംല എഴുതാന്. ഓക്കെ അല്ലേ മക്കളെ? ഇത്തരത്തിൽ അതുപോലെ തന്നെ കഹാനിയുടെ ഒരു ഭാഗം നമുക്ക് നൽകും. കഥയുടെ ഒരു ഭാഗം. ശാലിനിക്ക് ഈ കഹാനി പഠിയേ, റൂഹിയൊക്കെ അച്ചിയിലെടുക്കി. ഇത്തരത്തിലൊരു കഥയുടെ ഭാഗം നൽകിക്കൊണ്ട് നമ്മോട് ചോദ്യം ചോദിക്കും. ഇത്തരത്തിൽ എന്താണ്? ചിത്രകഥ നൽകിയിട്ടുണ്ടാവും. ആ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള സെന്റൻസ് ഇവിടെ നിന്ന് എടുത്ത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവെക്കുക. ഇപ്പോൾ ഒരു സെന്റൻസ് ഇതാണ്, റൂഹിയൊക്കെ അച്ചിയിലെടുക്കി. നോക്കൂ, ഇതിൽ കാണുന്ന സമയത്ത് റൂഹി ഒരു നല്ല പെൺകുട്ടിയായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന ചിത്രം ഏതാണ്? ഇതാണ് ഒന്നാമത്തെ ചിത്രമാണ്. റൂഹിയക്ക് അച്ചിയിലെടുക്കി. ഏക്ക് ദിൻ റൂഹിക്ക് അബ്ബാജാൻ ബാസാർ സേക്ക് ഗുഡിയാലായി. ഒരു ദിവസം റൂഹിയുടെ അബ്ബാജാൻ ബാസാറിൽ നിന്നും ഒരു ഗുഡിയ വാങ്ങി. അതെവിടെയാണ്? ആ അബ്ബാജാന്റെ ചിത്രം കാണുന്നതും ബാസാർ കാണുന്നതൊക്കെ ഇവിടെയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. അപ്പൊ അത് കൃത്യമായിട്ട് കഥ നന്നായിട്ട് വായിക്കണം. ഓക്കെ, അതുപോലെ തന്നെ देखिए ഒരു ചോദ്യം ഇതാണ്, രാജു കെ അബ്ബാജാൻ ബാസാർ സേ മീഠേ മീഠേ ആം ലായി. രാജുവിന്റെ അബ്ബാജാൻ ബാസാറിൽ നിന്നും നല്ല മധുരമുള്ള മാമ്പയം മേടിച്ചു കൊണ്ടുവന്നു. ആ ആം ദേഖകർ രാജു ഗീത് ഗാനയിലേക്ക്. ആ മാമ്പയം കണ്ടപ്പോൾ അവൻ പാട്ട് പാടാൻ തുടങ്ങി. അവൻ മാമ്പയത്തെ കുറിച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടാണ്, അബ്ബയെ പുകയത്തിക്കൊണ്ട്. ആയേ മേരെ അബ്ബായേ മീഠേ മീഠേ ആം ലായേ, ആയേ പ്യാരെ അബ്ബായേ, ഇങ്ങനെ പറഞ്ഞ അവൻ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചോദ്യം നമ്മോട് ഇതാണ്, രാജു കെ അബ്ബാജാൻ ബാസാർ സേ ക്യാ ലായേ. ആ രാജുവിന്റെ അബ്ബാജാൻ ബാസാറിൽ നിന്നും ക്യാ ലായേ, എന്താണ് കൊണ്ടുവന്നത്? ആമ്, അനാറ്, അമ്രൂദ്. ഏതാ കൊണ്ടുവന്നത്? ആമാണ് അല്ലേ? ആമ്. എന്നിട്ട് നമ്മുടെ ചോദ്യം ഇതാണ്, പസന്ദീദ ഫൽ കെ ബാരെ മേ ജുംല ലിഖിയേ. ഇഷ്ടപ്പെട്ട പഴത്തിനെ കുറിച്ച് പസന്ദീദ ഫൽ, അല്ലെങ്കിൽ ആമ് കെ ബാരെ മേ മാമ്പയത്തിനെ കുറിച്ച് ചന്ദ് ജുംല ലിഖിയേ. മാമ്പയത്തിനെ കുറിച്ച് കുറച്ച് ജുംലകൾ എഴുതാൻ. ഇത്തരത്തിലുള്ള ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ നമ്മളിപ്പം മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതിൻ്റെയൊക്കെ ആൻസറുകൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വീഡിയോസിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്കൊക്കെ ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ മക്കളെ, നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഖുദ ഹാഫിസ്, ഓൾ ദി ബെസ്റ്റ്, ബൈ.